കുടുംബജീവിതത്തിന്റെ സക്സസ് ഞാൻ കരുതുന്നത് രണ്ടാണ്. ഒന്ന്, ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ സ്പേസ് അംഗീകരിക്കുക. അവർക്ക് രണ്ടിനും ഉള്ള കോമൺ സ്പേസിനൊപ്പം തന്നെ അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് കൂടിയുണ്ട്. അത് അംഗീകരിക്കുന്നിടത്താണ് സക്സസ് ആവുന്നത്. അതിനെക്കുറിച്ച് തർക്കമുണ്ടാവുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. പ്രശ്നമുണ്ടായാലും ഈ കോമൺ സ്പേസിൽ വന്നുകൊണ്ട് നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും. അതുകൊണ്ട് കോമൺ സ്പേസിനെ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സ്പേസിനെ അംഗീകരിക്കുന്ന ഒരു ഉയർന്ന ചിന്താഗതിയോട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ രണ്ട് ജീനുള്ളവരാണ്. ഇപ്പൊ ഞാനും ബോബി നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം, ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റിന്റെ അടിസ്ഥാനം അതാണ്. എന്റെ കൂടെയുള്ളത് എന്റെ ഭാര്യയും എന്റെ മക്കളും ഉള്ളതുപോലെ തന്നെ എന്റെ നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും എന്റെ കുടുംബവും ഒക്കെ ഉണ്ട്, എന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ ബോബി കുറച്ചുകൂടെ പ്രൈവറ്റ് പേഴ്സൺ. ബോബിയുടെ വളരെ ഇടുങ്ങിയ ആ ഒരു ചിന്തയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബോബിയെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം ബോബി ഭർത്താവും മക്കളും അടങ്ങുന്ന സമാധാനവും സന്തോഷവും ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അത് ആഗ്രഹിക്കുന്നതോടൊപ്പം അതിനേക്കാൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കും. ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ എല്ലായിടത്തും ഉണ്ടാവാം, അതിവിടെയുണ്ട്. പക്ഷെ ഇതൊക്കെ അതിജീവിക്കാൻ കഴിയും 25 വർഷത്തേക്ക് എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. എല്ലാവരും പറയുന്ന പോലെ ഇനിയും ദീർഘകാലം ഇതിന്റെ ഒരു പ്രശ്നം കുടുംബജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഈ മനുഷ്യന്റെ സ്വഭാവം പ്രായം കൂടുന്നതനുസരിച്ചും ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ഒരു കണിക മക്കളാണ്. ഈ മക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചോരയിൽ ജനിച്ച അവരുടെ ചിരി, അവരുടെ സന്തോഷം, അവരുടെ വളർച്ച, അവരെ ഒരുമിച്ച് കാണാനുള്ള ആഹ്ലാദം, ഈ ആഹ്ലാദത്തിൽ തീർന്നു പോകും ഭാര്യ ഭർത്താവും തമ്മിലുള്ള ഭിന്നത. നമുക്ക് ഭിന്നിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഭിന്നിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മക്കളുടെ ചിന്തയായിരിക്കും. അതുകൊണ്ട് മക്കൾ ഓറിയന്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് ആയിട്ടൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു. പ്രശ്നമൊക്കെ ഉണ്ടാവും, നമ്മൾക്ക് വെറുതെ പറയുന്നില്ല. കാരണം ഞാൻ എന്റെ സഹോദരങ്ങൾക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ മേലെ ആകാശം താഴെ ഭൂമിയിൽ പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഞാൻ ഒളിവിലായിരുന്ന സമയത്ത് എവിടെയായിരുന്നു ബോബിക്കോട് അറിയുന്നില്ല. അപ്പൊ എന്റെ വഴിയെ ഞാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബോബി ആഗ്രഹിക്കുന്ന ബോബിയും പിള്ളേരും കൂടി ഞാൻ അവിടെ ജീവിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് അവിടെ നാട്ടുകാരുടെ ഇടയിൽ യുദ്ധം ചെയ്തിരിക്കാൻ ഇഷ്ടം. ഇതിന്റെയുള്ള ഭിന്നതകൾ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ഒരുമിപ്പിക്കുന്ന 4 നൂറ്റാണ്ടിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധമുണ്ട്, ഒരു ഇഴുകിച്ചേരുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് അത് മക്കളിലൂടെ പ്രതിഫലിച്ചു പോകുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്നത്. ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ വളരെ ഇങ്ങനൊരു പരിപാടി നടത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം രണ്ടാണ്. ഒന്ന്, കുറച്ച് പണച്ചെലവുള്ള പരിപാടിയാണ്. 2, എത്ര പേരെ വിളിക്കണം. എനിക്കങ്ങ് എക്സെറ്റർ, ഡിവൻ മുതൽ അങ്ങ് ഗ്ലാസ്കോ, എഡിൻബറോ, അബർദീൻ വരെ സുഹൃത്തുക്കളാണ്, വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. കുറഞ്ഞത് 1000 പേരെങ്കിലും വിളിച്ചാലും നടക്കുന്നുണ്ടായിരുന്നു. അവർ വേണ്ട എന്നുള്ളതായിരുന്നു. ഒടുവിൽ ഗംഗോത്രി ഫ്രാൻസിസിന്റെ ഇനിഷ്യേറ്റീവിൽ ഇത് ഏറ്റെടുത്തപ്പോൾ അവർക്ക് വിട്ടുകൊടുത്തു. ചില പേരുകളൊക്കെ ഞാൻ പറഞ്ഞു എന്നല്ലാതെ ആരെയൊക്കെ വിളിച്ചെന്ന് പോലും ചോദിച്ചില്ല. എന്ത് ഫുഡ് ഉണ്ടാക്കിയത് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഗംഗോത്രിയുടെ എനിക്കിതൊരു ട്രെയിനിങ് കൂടിയാണ്. ഗംഗോത്രിയുടെ ഒരു ട്രയലൂടെയാണ്. ഗംഗോത്രി എങ്ങനെ ആദ്യമായിട്ടൊരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്നത്, ഗംഗോത്രിയുടെ ഭാവി, എന്റെ ഉത്തരവാദിത്വം അവളെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നതുള്ളൊരു ടെസ്റ്റൂടെ ആയിരുന്നു. അവൾ വിജയിച്ചു, മനോഹരമായിട്ട് വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് പലരെയും വിളിച്ചിട്ടില്ല. എനിക്ക് അതാണ് ആ വിഷമം. ഇത്ര പേരോടുള്ളപ്പം വിളിക്കാതെ പറഞ്ഞു. എന്റെ എന്താണ് ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. ഒരുപക്ഷെ ഇവിടെ വന്നതിൽ കൂടുതൽ താല്പര്യമുള്ളവർ വെളിയിൽ വരാത്തവരുണ്ടാവാം. കാരണം ഞാൻ ഇതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ഒന്ന്, ഞാൻ UK വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-4 കോടതിയുടെ പെർമിഷൻ വേണം. അതൊക്കെ അവസാന നിമിഷമാണ് കിട്ടുന്നത്. ഞാൻ ഇത്തവണ കൊണ്ട് വന്നപ്പോൾ എറണാകുളത്ത് തലേദിവസം പോയി പാസ്പോർട്ട് തിരിച്ചു കിട്ടുന്നു. 3-4 കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല. എന്തായാലും വന്നവർക്കെല്ലാം നന്ദി, സന്തോഷം. പ്രത്യേകിച്ച് ഇവരെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എല്ലാവരും ഞാനിങ്ങനെ നോക്കണം. എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഇവിടെ വന്നതിൽ, ഇത്രയും ദൂരം വന്നതിൽ, ഈ ഒരു സന്തോഷ ദിനത്തിൽ ഞങ്ങൾക്ക് ആശംസ നൽകാൻ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നേരത്തെ ഈ പ്രസംഗിച്ചപ്പോൾ പലരും പറഞ്ഞു, ജോയി പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിൽ വന്ന ഉടൻ പരിചയപ്പെട്ട ആളുകളിൽ ഒരാളാണ് ജോയി. ജോയിയുടെ അലൈഡ് ഫൈനാൻഷ്യൽ സർവീസും ബ്രിട്ടീഷ് മലയാളിയൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് വളർന്ന ബന്ധമാണ്.
പക്ഷെ അതൊന്നും എന്റെ പത്രപ്രവർത്തനത്തിൽ ബന്ധമൊന്നും വാർത്തയ്ക്ക് തടസ്സമല്ല. ഒരുപക്ഷെ എന്നോടുള്ള ആ സൗഹൃദം, ഇപ്പൊ ഞാൻ ജാസ്മിൻ ഷായെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും കുറ്റം പറയും. ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഷാദിന്റെ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താത്തവരുമായുള്ള ബന്ധമാണ് എന്റെ ബന്ധം. അതുകൊണ്ടാണ് എന്നോട് സൗഹൃദമുള്ളവർ കളങ്കം ചെയ്യില്ല, അഴിമതി നടത്തില്ല, തട്ടിപ്പ് നടത്തില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം സുഹൃത്തുക്കളാണെങ്കിലും ടോമിച്ചനൊക്കെ നല്ല അനുഭവമുണ്ട്. ടോമിച്ചനൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ഞാൻ വാർത്ത കൊടുത്തിട്ട് പലതവണ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വഴങ്ങിയിട്ടില്ല. ടോമിച്ചൻ അറിയാം. ടോമിച്ചനെ കേരളത്തിലെ തന്നെ വളരെ പ്രമുഖരായ ചിലരെ ടോമിച്ചനെ പലതവണ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ടോമിച്ചൻ ഒക്കെ കേട്ടിട്ട് എന്നോട് പറയും, എന്നോട് ശുപാർശ ചെയ്യത്തില്ല, ഇന്നയാളിങ്ങനെ വിളിച്ച് പറഞ്ഞാലും കേട്ടോ എന്ന് പറയും. ഞാനോ കേട്ടോന്ന് ഞാനും പറയും, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അരുൺ ഞാൻ പരിചയപ്പെട്ടു, അരുൺ ബാലേന്ദ്രൻ. അരുൺ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചില്ല, അരുൺ പറഞ്ഞുകൊണ്ട് പറയാം. നമ്മുടെ പത്രപ്രവർത്തനത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അതിലാണ് പലപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് വാർത്തയാണ്. അതൊരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ അയാൾ കുറ്റം ചെയ്ത ആളാണ് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്. ഇപ്പൊ അരുണിന്റെ കാര്യത്തിൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അറിയാം. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിലുള്ള IT ഫെലോയാണ് അരുൺ. അരുൺ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ, അന്ന് വിവാദമായ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന് ഒരു റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. ശിവശങ്കറാണ് അരുണിന്റെ ബോസ്. ശിവശങ്കറിന്റെ കീഴിലാണ് IT ചെയ്യുന്നത്. ശിവശങ്കർ അരുണിനെ വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ആ റൂമിൽ ശിവശങ്കറും സ്വപ്നയും പോകുന്നൊരിക്കലും അരുൺ കയറിയില്ല. അപ്പൊ അതുകൊണ്ട് വിവാദമായപ്പോ അരുണിൻ ഇതിനെ പ്രതിയാക്കിക്കൊണ്ട് വാർത്ത മനോരമയുടെ ഒന്നാം പേര്. അപ്പൊ അന്ന് അരുൺ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം അരുൺ ഒരുപാട് സിവിൽ സർവീസുകാരെ പരിചയമുണ്ട്, IAS-കാരും IPS-കാരും പത്രക്കാരൊക്കെ അരുണിന്റെ സുഹൃത്ത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്ന ആളാണ്. മാത്രമല്ല അരുൺ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു മാഗസിൻ, പിന്നെ ഇറ്റ്സ് ലൈഫ് എന്ന മാഗസിൻ ഒക്കെ നടത്തിയിരുന്ന ആളാണ്. പക്ഷെ ഇവരൊക്കെ അരുൺ പറഞ്ഞത് മാതിരി ഒഴിഞ്ഞു മാറി. ആ സമയത്ത് അരുണിനോട് വളരെ അടുപ്പമുള്ള ഒരു IAS-കാരനെ ഞാൻ വിളിച്ചു. അയാൾ പറഞ്ഞു, പേടി എനിക്ക് അരുണിനെ വിളിക്കാം, കാരണം എന്നെയും കൂടെ ചിലപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അരുണിനെ ടെലിഫോണിൽ വിളിക്കാൻ പോലും ഭയപ്പെടുന്ന സമയം. അന്ന് അരുൺ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അതോടെ അവസാനിച്ചു. മനോരമയും വാർത്ത അവസാനിപ്പിച്ചു, ബാക്കി ആരും അവസാനിപ്പിച്ചു. ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ പലപ്പോഴും എന്റെ തൊഴിലുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. മുതുകാടിന്റെ വിഷയം ഹൃദയം കുറച്ചു പേർ ഒരുമിച്ച് കൂടി അയാളെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ ജാസ്മിൻ ഷായെ അറ്റാക്ക് ചെയ്യുന്നു. അയാൾ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അയാൾ ജിഹാദിയാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. അയാൾ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അയാളുടെ പേര്, അയാൾ മുസ്ലിമാണ്, അതുകൊണ്ട് മാത്രം. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു നിലപാടെടുക്കുന്നു, ആ നിലപാടൊക്കെ ശരിയാണെന്ന് തെളിയുന്ന കാലമുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയുന്നത്. എൻ്റെ സുഹൃത്താണെങ്കിൽ അയാൾ അഴിമതിക്കാരനാവത്തില്ല, തട്ടിപ്പുകാരനാവത്തില്ല, അങ്ങനെയുള്ളവർ മാറിപ്പോകേണ്ടി എത്തുന്നത്. കാരണം അവർക്കറിയാം പണി കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം എന്റെയും ബോബിയുടെയും ദിവസമാണ്. 25 വർഷം നീണ്ട ഒരുപാട് കൊടുങ്കാറ്റുകൾ അതിജീവിച്ചാണ് 25 വർഷം ഞങ്ങൾ ഇങ്ങോട്ട് മുമ്പോട്ട് പോയത്. ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ 3 മക്കളാണ്. 3 മക്കൾക്കും ഞങ്ങൾ 2 രീതിയിലാണ് ഞങ്ങൾ മക്കളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. 2 മക്കൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്തോഷ ദിനത്തിൽ നിങ്ങൾ ഇവിടെ വന്നതിൽ സന്തോഷം. വയ്യാതിരുന്നിട്ട് പോലും സാമിന് ചെറിയ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. പ്രത്യേകം ഞാൻ പറയുന്ന എല്ലാവരെയും, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, അഭിനന്ദിക്കുന്നു. ഫ്രാൻസിസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പരിപാടി നടന്നത്. എനിക്കൊരു പക്ഷേ ഈ ടെലിഫോണിലേക്ക് രണ്ടാമത് ഞാൻ 2008 UK നിന്ന് പോയതാണ്, തിരിച്ചിങ്ങോട്ട് വരണമെന്ന് ഓർത്തിട്ട്. പിന്നെ രണ്ടാമത് മക്കളുടെ പഠനത്തും ആവശ്യങ്ങൾക്ക് വേണ്ടി ബോബിയുടെ ഒരു പ്രഷറും സുഹൃത്തുക്കൾ രോമിച്ചനടക്കം ജോയി അടക്കമുള്ള ഒരു പ്രഷർ ചെയ്തപ്പോൾ രണ്ടാമത് 1.5 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ടെൽഫോർഡിൽ വരാൻ തീരുമാനിച്ചു. ഞങ്ങൾ നേരത്തെ ഷൂസ്ബറി ആയിരുന്നത്, ഫ്രാൻസിസ് ഇവിടെ ഉള്ളതുകൊണ്ട്. ഫ്രാൻസിസ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠനാണ്, മോളി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേച്ചിയാണ്. അതുകൊണ്ട് അവര് ഈ ഇനിഷ്യേറ്റീവ് എടുത്തതും അവർ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും, സൈമിയും ടോമിച്ചിനും ഒരുപാട് ദൂരം നിന്നാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും, എൻ്റെ കുറച്ച് ബന്ധുക്കൾ ഏറ്റവും ഒടുവിൽ വന്നിരുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ സ്നേഹവും കൂട്ടായ്മയും ദീർഘകാലം മുമ്പോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അച്ഛൻ, ഫാദർ അച്ഛൻ പോയെന്ന് തോന്നുന്നല്ലേ, രവിയച്ഛന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞു. ഇവിടുത്തെ തമിഴ്നാട്ടുകാരനാണ് രവിയച്ഛൻ, ഇവിടുത്തെ 2 പള്ളിയുടെ വികാരിയാണ്. ഇങ്ങനെ അച്ഛന്മാരെ ഇത്രയും മനോഹരമായി ആളുകളോട് പെരുമാറി. ഈ അച്ഛനോട് വന്നതിന് ശേഷം ഈ 2 പള്ളിയിലും വിശ്വാസികൾ കൂടി, ഇംഗ്ലീഷുകാരടക്കമുള്ളവർ കൂടി. കാരണം
അത്ര എളിമയോടെ അത്ര സൗഹൃദത്തോട് പെരുമാറുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ ഇവിടെ എത്തിയിരുന്നു. ഞങ്ങൾ ഇന്നലെയാണ് അച്ഛനോട് പോയി പറയുന്നത്. അച്ഛനെത്തി. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും, എന്നെയും ബോബിയെയും കുടുംബത്തെയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.